ജീവിതത്തിലെ ചില തളർച്ചകളെ കുറിച്ചാണ് ഇന്ന് വചനത്തിൽ പറയുന്നത്. തകർച്ചകളെ കുറിച്ചല്ല കേട്ടാ, തളർന്നു പോകുന്ന അവസരങ്ങളെ കുറിച്ച്. സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു എന്നാ പറയണേ. ജീവിതത്തിൽ ഇങ്ങനെ തളർന്നിരുന്നിട്ടുണ്ടാ? ചില പരിഹാസങ്ങളും നിന്ദനങ്ങളും ഒക്കെ കേട്ട് നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാനാ, അല്ല നീ അച്ഛൻ എന്തിനു കൊള്ളാം, പുരോഹിതൻ എന്തിനു കൊള്ളാം, ഇവരൊക്കെ നമ്മളുടെ അസ്തിത്വത്തെയും നമ്മളുടെ നിലനിൽപ്പിനെയും ഒക്കെ നിന്ദിക്കുകയും പരിഹസിക്കുകയും നമ്മളൊന്നും അല്ല എന്ന് പരിഹാസങ്ങൾ നിരന്തരം കേൾക്കുകയും ചെയ്തിരിക്കുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനത്തെ നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒക്കെ കേട്ട് തകർന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. തളർന്നു പോകുന്ന അവസരങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഉണ്ടാവും. ചില നിന്ദനങ്ങളും പരിഹാസങ്ങളും ചില കളിയാക്കലുകളും ചില കുത്തുവാക്കുകളും ഒക്കെ കേട്ട് നമ്മൾ തളർന്നു പോകും. പക്ഷെ തകർന്നു പോകരുതും എന്നുള്ളതാണ് വചനത്തിന് അവസാനിപ്പിക്കാനുള്ള കാര്യം. തളർന്നു പോയിക്കോട്ടെ, പക്ഷെ തകർന്നു പോകാതിരിക്കാൻ കർത്താവ് നോക്കും. നമ്മൾ എത്ര തളർന്നാലും നമ്മളെ തകർന്നു പോകാതിരിക്കാൻ കർത്താവ് നോക്കും. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.